Welcome to Alaami Kitchen. നമുക്കിന്ന് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് പാഷൻ ഫ്രൂട്ട് ക്രീം ചീസ് മൂസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്കിത് ഉണ്ടാക്കാൻ ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. പ്രിപ്പറേഷനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മൂസാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് കവർ ചെയ്ത ആ വൈറ്റ് പോർഷൻ അടക്കം നമുക്ക് ഇതിനെടുക്കാം. അതൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അടിക്കുമ്പോൾ നമ്മൾ പൾസിലിട്ടിട്ട് വേണം അടിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ കുരു എല്ലാം ഇതായി പോവും. അപ്പോൾ പൾസിലിട്ടാൽ അങ്ങനെ കുരു പൊടിഞ്ഞു പോകില്ല. അപ്പോൾ പൾസിലിട്ടിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്ക് അതൊരു അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിൻ്റെ പ്യൂരി മാത്രം നന്നായിട്ട് അരിച്ചതിന് ശേഷം എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള പാഷൻ ഫ്രൂട്ട് നല്ല പുളിയുള്ള പാഷൻ ഫ്രൂട്ടാണ്. അപ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഞാനിവിടെ 2-3 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. ക്രീം ചീസ് ഈ ഒരു ബോക്സിൻ്റെ ഹാഫ് പോർഷനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു എഗ് ബീറ്റർ വെച്ചിട്ട് 2-3 മിനിറ്റ് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എന്നാലേ അത് നല്ല ക്രീമി ആയിട്ട് വരുള്ളൂ. അതിനുശേഷം ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടിയും ബീറ്റ് ചെയ്തെടുക്കാം. മിൽക്ക് മെയ്ഡ് ഇതിൽ ഇപ്പം ഞാൻ ഏകദേശം 3-4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രീം ചീസിൻ്റെ ഫ്ലേവർ ചില ആൾക്ക് അത്ര ഇഷ്ടാവില്ല. ഒരു കേടിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇവിടെ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമല്ലേനും, പക്ഷെ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ക്രീം ചീസ് റെഡിയായി, നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ പ്യൂരി റെഡിയായി. ഇനി വേണ്ടത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കലാണ്. ഞാനിവിടെ 1 കപ്പ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അതിൽ വേറെ സെപ്പറേറ്റ് പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുന്നില്ല. ക്രീം മാത്രം ബീറ്റ് ചെയ്തെടുക്കാൻ ചെയ്യേണ്ടത്. ക്രീം നന്നായിട്ട് ബീറ്റായി വന്നാൽ ഇതിലേക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മിൽക്ക് മെയ്ഡും ചീസും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും ഇതിൽ കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. അത് ഈസിയാണ് ഉണ്ടാക്കാൻ. ഒരു പാക്കറ്റ് പാലിന് 1 കപ്പ് പഞ്ചസാര, 200 മില്ലിൻ്റെ 1 കപ്പിൽ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് കുറുക്കി എടുത്തിട്ട് ലാസ്റ്റ് കുറുകി വരുന്ന സമയത്ത് അതിൽ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്താൽ മിൽക്ക് മെയ്ഡ് റെഡിയാവും. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഇതിലേക്ക് നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ പ്യൂരിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അതുപോലെ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കി വെച്ചാൽ ഇതുപോലത്തെ ഡെസേർട്ട് ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ പായസത്തിനും എന്തിനു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് കടയിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു മൂസ് നമ്മൾ സെർവ് ചെയ്യുന്നത് ചെറിയ ചെറിയ ഗ്ലാസ്സിലാണ്. അപ്പോൾ ഇതിലും കുറച്ച് ഷോർട്ടായിട്ടുള്ള ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിൽ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ പുഡിംഗ് ട്രേയിലാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഓരോ പോർഷൻ ഓരോ ആൾക്കാർക്ക് കൊടുക്കാനും ഈസി ആയിരിക്കും. അപ്പം ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൽ നമ്മൾ ഗ്യാപ്പില്ലാണ്ട് എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് വേണം ഫില്ല് ചെയ്തെടുക്കാൻ, എന്നാലേ രസമുണ്ടാവും കാണാൻ. ബാക്കിയുള്ള മിക്സ് ഞാനൊരു ട്രേയിൽ സെറ്റ് ചെയ്യുന്നുണ്ട്.
നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഗ്ലാസ് നമ്മളൊരു ക്ലിം ഫിലിം വെച്ച് കവർ ചെയ്തിട്ട് ഫ്രീസ് ചെയ്യാൻ വെക്കണം. ഇനി വേണ്ടത് ഞാനിവിടെ അരക്കപ്പോളം പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആ വൈറ്റ് പോർഷൻ ഒഴിവാക്കിയിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം വേണം എടുക്കാൻ. അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലാസ്സിലിൻ്റെ മേലയിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊരു ജലാറ്റിൻ ചേർക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ജലാറ്റിൻ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ പൾപ്പ് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. അപ്പോൾ പതച്ച് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്താൽ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ജലാറ്റിൻ അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ജലാറ്റിൻ ഒഴിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് അടിയിൽ പോയിട്ട് വന്നിട്ട് മിക്സ് ചെയ്യാണ്ട് കട്ട പിടിച്ച് നിൽക്കും. ഇതിപ്പോൾ ആദ്യം എനിക്ക് കുതിർത്ത് വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാനിത് ഗ്യാസിൽ വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് കുതിർക്കുന്നത്. പെട്ടെന്ന് തന്നെ ആയി കിട്ടീന്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് ആ ചൂടിൽ തന്നെ ഇടുമ്പോൾ അത് പെട്ടെന്ന് അലിഞ്ഞ് വരും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ജലാറ്റിൻ വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം നമ്മൾ അതിൻ്റെ മേലിൽ സെർവ് ചെയ്യുന്ന സമയത്ത് അതൊരു ലൂസായിട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജലാറ്റിൻ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അതാവുമ്പോൾ അവിടെ സെറ്റായിട്ട് അവിടെ നിന്നോളും, ഒന്നും ഒഴുകിപ്പോവൊന്നും ചെയ്യില്ല. ഇത് നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം വേണം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൂസിൻ്റെ മേലയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ. മൂസ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് തണിയുന്ന ആ സമയം കൊണ്ട് തന്നെ അത് സെറ്റായി കിട്ടും. അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്, നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കയ്യിൽ വെച്ചിട്ട് പതുക്കെ ഇതിൻ്റെ മേലയിൽ ഈ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ മിക്സ് നമുക്ക് മേലയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പൾപ്പിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട്, യെല്ലോ കളറ്. ഒന്ന് ഫോട്ടോയിലെല്ലാം ഒന്ന് അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ്. അപ്പം കളർ ആഡ് ചെയ്യണമെന്നില്ല. അതുമാത്രമല്ല ഈ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പിന് തീരെ കളറ് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്തതേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ളൊരു മൂസാണ്. അധികം മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടും ലൈക്കും കമൻസും ഒക്കെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് പൾപ്പേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ട്രയലിൽ സെറ്റ് ചെയ്തിട്ടില്ല, അതിൻ്റെ മേലയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ക്രീമി യമ്മി ഡെസേർട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു പെരുന്നാളിന് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഗസ്റ്റ് എല്ലാം വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക, അത്യാവശ്യത്തിന് മാത്രം പുറത്ത് പോവുക. ഇപ്പോഴത്തെ സിറ്റുവേഷനെല്ലാം ഭയങ്കര മോശമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.